അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കത് താല്പര്യമില്ല, പക്ഷെ ഞങ്ങൾക്കതിൽ നല്ല താല്പര്യമുണ്ട്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വെച്ചിട്ട് സ്പേസ് ഇല്ലെങ്കിൽ നാളെ കൊടുത്താൽ മതി. എന്നാൽ സ്പേസ് വരുമല്ലോ, നാളെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാവുമല്ലോ. കൊടുക്കും, നമുക്ക് നോക്കാം നിങ്ങളെന്താ കൊടുക്കുമെന്ന്. ഞാൻ ഈ പറഞ്ഞത് മാപ്പ് പറയണം എന്ന് പറഞ്ഞത് കൊടുക്കുമെന്ന് നോക്കട്ടെ. പറയണ്ടല്ലേ, ന്യായമായി പറയണ്ടല്ലേ. സ്പ്രിംഗ്ലർ പ്രശ്നത്തിന്റെ മേലെ നിങ്ങൾ വേവലിപ്പാടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറഞ്ഞാൽ ഒരുപാട് കൊടുക്കൂല. അത് നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എഴുതി കൊടുത്താൽ പോലും കൊടുക്കൂല. ഇതിനെല്ലാം മാനേജ്മെന്റ് സംവിധാനത്തിന്റെ കാഴ്ചപ്പാടെന്താണ് എന്നുള്ള നല്ല ധാരണയുള്ള ആളല്ലേ നമ്മളെല്ലാം. അതുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മാനേജ്മെന്റ് സംവിധാനത്തെയാണെന്ന് കണ്ടോളണം. നിങ്ങൾ നമ്മളെ പോലെയുള്ള സാധാരണ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ശമ്പളം വാങ്ങി കൂലി വാങ്ങി ജീവിക്കുന്നവരാണ്. അതിൽ ഞങ്ങൾക്ക് എന്താ തർക്കമില്ലേ? അതിൽ നിങ്ങൾ ബേജാറാവേണ്ട. നിങ്ങൾക്ക് വേണ്ടി ബേജാറാവാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ. അതതിൻ്റെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടേ അവരവതരിപ്പിക്കുള്ളൂ. സ്പ്രിംഗ്ലർ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കോവിഡ് പശ്ചാത്തലത്തെ വളരെ വേഗം മറികടന്ന് മുമ്പോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായൊരു ഡാറ്റാ ശേഖരണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ്. അതിനെ പാരവെച്ച് എന്നിട്ട് അത് പിൻവലിക്കേണ്ടി വന്നു. എന്നിട്ട് ഇപ്പോൾ കോടതി വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അതിൽ അമ്മാതിരിയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള ചോർച്ചയുണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് പേരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമാണ് ഈ മൂന്നും. ഒന്ന് കോൺഗ്രസ് തന്നെയാണ്, രണ്ടും. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണെന്ന് നിങ്ങൾക്കറിയാലോ. രമേശ് ചെന്നിത്തലയുണ്ട്. ഇവർ രണ്ടും, അതുപോലെ തന്നെ സുരേന്ദ്രനും BJP നേതാവും. അവർ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ്. ഈ ഓരോന്നിലും പറയണം. ഈ സ്പ്രിംഗ്ലർ ഏറ്റവും അവസാനം വന്നതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കാര്യം. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം വികസന പ്രവർത്തനങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഗതിയെ തുരങ്കം വെക്കുക എന്നതാണ് UDFന്റെ നയസമീപനം എന്നതാണ് വസ്തുത. ഇവർക്കിത് ചർച്ച ചെയ്യാൻ പോലും ഉള്ള ത്രാണിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ത്രാണിയില്ല എന്ന്. എന്നിട്ട് അതും ഇതും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ജനങ്ങൾ നിങ്ങൾ മുമ്പ് പറഞ്ഞതും കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാനം പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും എല്ലാം ഒരേ പദം, സെന്റൻസ് പോലും മാറ്റമില്ലാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ സ്പ്രിംഗ്ലർ പ്രശ്നം വലിയ പ്രശ്നമായിട്ട് ഉന്നയിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ അതിൻ്റെ വിധി വന്നപ്പോൾ അവർക്കും അതിൻ്റെ മേലെ കാര്യമായിട്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവാദങ്ങൾ തുടർച്ചയായി സൃഷ്ടിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായിട്ടുള്ള കാര്യം. കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ അതിൻ്റെ വികസന നിലപാടുകൾ സംബന്ധിച്ചോ അത് നൽകുന്ന വിവിധ തലങ്ങളിലുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളിലുള്ള കൃത്യമായ കരുതലോടുകൂടിയുള്ള സമീപനത്തെ സംബന്ധിച്ചോ അവർക്കൊന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. ഇതാണ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാനുള്ളത്.